ആക്ടേഴ്സ് ആർ ആക്ച്വലി എന്നെ ഗ്ലാസ് ഹൗസിലാണ് നമ്മൾ പലപ്പോഴും നമ്മൾ റിസ്ട്രിക്റ്റഡ് ലൈഫിൽ അടുത്ത വാരിസ് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേർക്കും ഒരു മേക്കപ്പ് റൂമായി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ലൈറ്റ് ചെയ്യണമല്ലോ സ്റ്റുഡിയോയിൽ. ഞങ്ങളപ്പോൾ ഈ മേക്കപ്പ് റൂമിൽ വന്നിരിക്കും. അപ്പോൾ പുള്ളി ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പോകും. അപ്പോൾ പുള്ളിയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ ഈ വോയറിസം ശരിക്കും ഭയങ്കര പ്രശ്നമാണ്. വോയറിസം നമ്മളെ മറ്റ് ഇപ്പം ഞാനീ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ഇപ്പം രജനീകാന്ത് സാറിനെ ഇപ്പം നിങ്ങൾ ഇതല്ലേ പറയും കുഷ്ഠമെന്ന് വരെയും പറഞ്ഞിട്ടുണ്ട്. ശരി ഇല്ലേ? വട്ടാന്ന് പറഞ്ഞ് ജയിലിലടയ്ക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിനെയൊക്കെ അതിജീവിച്ചിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കണ്ടതിന് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ അത്രയധികം പ്രശ്നങ്ങൾ രജനീകാന്ത് സാറിന് മുമ്പിൽ ഉണ്ടായ ഞാൻ കണ്ട ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ തിരുമലയ്ക്ക് കയറുന്നതിന് മുമ്പുള്ള കാലഘട്ടം. ഞാൻ കയറുമ്പോൾ അദ്ദേഹം സ്റ്റാറായി രണ്ടാമത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും. അങ്ങനെയാണ് പുള്ളി രാഘവേന്ദ്രയുടെ ഭക്തനായി കാര്യങ്ങളൊക്കെ മാറി കാര്യങ്ങൾക്ക് ഉള്ളൊരു വേറൊരു ലെവലിലേക്ക് അദ്ദേഹം എത്തി. ആ മേക്കപ്പ് റൂമിലേക്ക് പോയിട്ടുള്ള കാര്യം വന്നില്ല. അല്ല അത് അന്ന് ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞേ എടാ നമ്മൾ ഈ ഇരിക്കുന്നതിനകത്ത് ഈ ആൾക്കാർ എപ്പോൾ നോക്കിയാലും നമുക്ക് വന്നിട്ട് സ്വാതന്ത്ര്യം പോലും ഇല്ല, ലൈഫിനകത്തേക്ക് ഒരു ഫ്രീഡം പോലും ഇല്ലാത്തതാണെന്ന് പറയുന്നത്. പിന്നെ പുള്ളി എപ്പോഴും പറയും എൻ്റെ അടുത്ത് നീ പല കാര്യങ്ങളും എങ്ങനെ ഒരു സിനിമേനെ സ്വീകരിക്കണം, ഒരു സിനിമ എങ്ങനെ നമുക്ക് വേണോ വേണ്ടയോ തീരുമാനിക്കണം, ഇതിനൊക്കെ പറ്റിയൊക്കെ പറയും. ഈസ് എ വെരി ജെന്യുവൻ മനസ്സിലായ സിൻസിയർ പേഴ്സണാണ്.